മാളു സ്വീറ്റ് ആൻഡ് സ്പൈസി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മാങ്ങ അച്ചാർ. സദ്യയിൽ വിളമ്പണ പോലത്തെ മാങ്ങാച്ചാറാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 3/4 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ തൊലി കളയാതെയാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ മാങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 4 കപ്പോളം വരും. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനി 4-5 മണിക്കൂർ സമയം ഇതിൽ ഉപ്പൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. മാങ്ങ ഉപ്പ് തിരുമ്മി വെച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി നോക്കാം. ഇപ്പം മാങ്ങയിൽ നിന്ന് നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കുക. കറിവേപ്പില മൂത്ത് വരുമ്പോൾ തീ ഓഫാക്കാം. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളകും സാധാരണ മുളകും കൂടി പകുതി എടുത്ത് പൊടിച്ചെടുത്തതാണ്. എരിവ് കുറച്ച് കുറവായിരിക്കും. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി 1.5 ടീസ്പൂൺ, കായംപൊടി 1 ടീസ്പൂൺ. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളെല്ലാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതിൽ ഉപ്പും മുളകൊക്കെ കുറവുണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇരുന്നൊന്ന് സെറ്റാവണം. ഇപ്പം നമ്മുടെ മാങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട്.